ശബരിമലയിൽ നിരോധനാജ്ഞ നീട്ടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. നിരോധനാജ്ഞ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് പോലീസിന്റെ നീക്കം. നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് നൽകിയതോടെ സുരക്ഷയ്ക്കായി 300ഓളം പോലീസുകാരെ രണ്ടാം ഘട്ടത്തിൽ അധികമായി വിന്യസിച്ചു. ഇന്ന് പുലർച്ചെ മുതൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയിട്ടുണ്ട്. നിരോധനാജ്ഞ നീട്ടണമെന്ന പോലീസിന്റെ റിപ്പോർട്ടിനൊപ്പം ശബരിമല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജില്ലാ കളക്ടർ അന്തിമ തീരുമാനമെടുക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടിയേക്കും. തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കാനായി 300ഓളം പോലീസുകാരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. വയനാട് SP കറുപ്പുസ്വാമിക്കാണ് സന്നിധാനത്തെ സുരക്ഷാ ചുമതല. നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും ബാബരിനടയ്ക്ക് സമീപത്തെ ബാരിക്കേഡുകൾ ഇനിയും നീക്കിയിട്ടില്ല. ദേവസ്വം മന്ത്രി സന്നിധാനത്ത് എത്തിയ ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നാളെ മന്ത്രിയും വരുന്നുണ്ട്. മന്ത്രിയും വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുകയാണ് പ്രാഥമിക ലക്ഷ്യമെന്ന് ചുമതലയേറ്റ ശേഷം SP കറുപ്പുസ്വാമി പറഞ്ഞു. ഡിവോട്ടീസുക്ക് ഉള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ഒരു അയ്യപ്പനെ വന്ന് കണ്ട് തൊഴുതിട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. നാളെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേരും. കഴിഞ്ഞ 2 ദിവസത്തിനിടെയുണ്ടായ തീർത്ഥാടക തിരക്ക് ദേവസ്വം ബോർഡിന് ആശ്വാസം പകരുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം MR രാകേഷ്, News 18.